നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. വി.എസ്. അച്യുതാനന്ദനെതിരെ രൂക്ഷ വിമർശനവുമായി ജി. സുധാകരൻ. വി.എസിന്റെ കെയർ ഓഫിലല്ല താൻ എം.എൽ.എയും മന്ത്രിയുമായതെന്ന് സുധാകരൻ പറഞ്ഞു. വി.എസിന്റെ അടുത്ത് കൊതിയും നുണയും പറയാൻ പോയിട്ടില്ല. വി.എസിനെ കണ്ടിട്ടല്ല പാർട്ടിയിലേക്ക് വന്നത്. ആലപ്പുഴയിൽ പൊതുവേദിയിലാണ് സുധാകരന്റെ പരസ്യ വിമർശനം. വി.എസിന് തന്നോട് അതൃപ്തിയുണ്ടെന്ന് മാധ്യമങ്ങളിൽ കാണുന്നുവെന്നും അത് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയാണെങ്കിൽ തോൽക്കട്ടെയെന്നും ജി. സുധാകരൻ പറഞ്ഞു. താൻ ചെയ്യുന്ന പ്രവർത്തനത്തിന് യാതൊരു വിലയുമില്ലേ. നേതാവിന്റെ ഇഷ്ടാനിഷ്ടമാണ് പ്രധാനമെങ്കിൽ നടക്കട്ടെ. വി.എസിനെ മാനിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കെയർ ഓഫിലല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നത്. ഞാൻ വി.എസിന്റെ കെയർ ഓഫിലൊന്നും അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നത്. രാവിലെ പൊതുങ്ങളെ പറയാൻ എന്നെ കിട്ടത്തില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. വി.എസിന്റെ കാല് തിരുമാനില്ല. വി.എസ്. വിചാരിച്ചാൽ പാർട്ടിയിൽ പ്രൊമോഷൻ കിട്ടുന്ന കാലം കഴിഞ്ഞു. പ്രൊമോഷന് വേണ്ടി കാല് തീരുമാനിച്ചാൽ പുള്ളി വിചാരിച്ചാൽ പ്രൊമോഷൻ കിട്ടത്തുമില്ല. അത് പറയുന്നത് വി.എസിന് വേറെ ആരോടോ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് തന്റെ മണ്ഡലത്തിലെ പരിപാടിയിൽ പങ്കെടുക്കാതെ അനിഷ്ടം കാണിക്കുന്നത്. അദ്ദേഹത്തിന് ആരോടാണോ ഇഷ്ടം അദ്ദേഹം അവരോട് ഇഷ്ടം കാണിച്ചാൽ മതി. എനിക്ക് നിർബന്ധം. പക്ഷെ എന്റെ ഇഷ്ടവും എന്റെ ബഹുമാനവും തുടരും. പറവൂർ പനേക്കുളങ്ങര HSSൽ ജി. സുധാകരൻ എം.എൽ.എയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ തൊട്ടടുത്തുണ്ടായിട്ടും വി.എസ്. എത്താത്തതാണ് ജി. സുധാകരനെ ചൂടിപ്പിച്ചത്. റിപ്പോർട്ടർ, ആലപ്പുഴ. ഈ വിഷയത്തിൽ SR ശക്തിധരൻ നമ്മോടൊപ്പം തത്സമയം പങ്കെടുക്കുന്നു. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ, ഒപ്പം ബാസുരേന്ദ്ര ബാബുവിനെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ശ്രീ SR ശക്തിധരൻ, കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന നേതൃത്വം ഒന്നായി പോകണമെന്നും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ജനങ്ങളുടെ ഇടയിൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം സംസ്ഥാന ഘടകത്തിന് നൽകുമ്പോഴും ഈ തരത്തിൽ പരസ്യമായ വെല്ലുവിളി നടത്തുകയാണ്, അല്ലെങ്കിൽ പരസ്യമായ വിമർശനവും പോരും ദൃശ്യമാക്കുകയാണ് നേതാക്കൾ. ജി. സുധാകരൻ ഇപ്പോൾ ഈ നടത്തുന്ന പരാമർശങ്ങൾക്ക് അത്രമേൽ ഗൗരവതരമായ പശ്ചാത്തലമുണ്ടോ? എനിക്കിപ്പോൾ ഇതിനകത്തൊരു ഗൗരവതരമായ പശ്ചാത്തലമുണ്ട് എന്ന് തോന്നിയില്ല. സത്യത്തിലിത് അനവസരത്തിലുള്ള ഒരു വാക്പോര് എന്നുള്ളതിൽ കവിഞ്ഞ് വേറൊന്നുമില്ല. ഇതിനോടൊപ്പം തന്നെ വി.എസിൻ്റെ ഒരു വെർഷൻ കൂടി കേൾക്കാനിടയായി, അല്ലെങ്കിൽ കാണാനിടയായി. അദ്ദേഹത്തെ ഈ പരിപാടിക്ക് സുധാകരൻ ക്ഷണിച്ചിട്ടില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. എത്രയുണ്ട് വാസ്തവം ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തിനാണ് ഈ പൊട്ടിത്തെറിയിപ്പ് ഉണ്ടാക്കിയതെന്നുള്ളതിനെക്കുറിച്ച് ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം അതിന് നേതൃത്വം കൊടുത്ത ആളുകൾക്കാണുള്ളത്. ഇതൊക്കെ എന്തിനാണെന്നുള്ള കാര്യം ഇവർ വളരെ ഗൗരവപൂർവ്വം ഇപ്പോഴെങ്കിലും പരിശോധിച്ചില്ലെങ്കിൽ വളരെ ഗുരുതരമായൊരു പ്രതിസന്ധിയിലേക്കായിരിക്കും പാർട്ടി പോവുക എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കണം. ഇവരെ പിന്തുടർന്ന് അല്ലെങ്കിൽ ഇവരെ നേതൃത്വം അംഗീകരിച്ച് ഇതിനകത്ത് വന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ എല്ലാവരെയും നിരാശപ്പെടുത്തുന്നൊരു ഘട്ടത്തിലേക്കാണ്. കാരണം നിരാശപ്പെട്ടു. വി.എസ്. അച്യുതാനന്ദനോട് പ്രതികരണം ആരാഞ്ഞപ്പോൾ എന്നെ അദ്ദേഹം വന്ന് ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് ഒരാഴ്ച മുൻപേ അങ്ങയോട് സമ്മതം ആരാഞ്ഞുവെങ്കിലും അങ്ങ് മറുപടി ഒന്നും പറഞ്ഞില്ലോ എന്ന ചോദ്യത്തിന് വി.എസ്. പ്രതികരിക്കാതെ പോവുകയും ചെയ്തു. അതായത് ഒരാഴ്ച മുൻപ് അനുമതി തേടിയിരുന്നു എന്ന കാര്യത്തിൽ വി.എസ്. വ്യക്തത വരുത്തുന്നില്ല. ഒപ്പം ജി. സുധാകരൻ പറയുന്നു അദ്ദേഹത്തിന് മറ്റു വല്ലവരോടുമാണ് താല്പര്യമെങ്കിൽ അവരോടൊപ്പം ചേർന്ന് പൊയ്ക്കോളൂ, എനിക്ക് വിരോധമൊന്നുമില്ല, എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം തുടരുമെന്ന്. അതായത് തോമസ് ഐസക്കിനോടുള്ള സ്നേഹമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ അദ്ദേഹവുമായി ചേർന്ന് പോകുന്നതിൽ തടസ്സമില്ല, എന്നോടുള്ള വിരോധമുണ്ടെങ്കിൽ പറയണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്ന് തോന്നും. എന്ന് തോന്നുന്നവർക്ക് അങ്ങനെ തോന്നാം. അല്ലാത്തവർക്ക് തോമസ് ഐസക്കിന് മറ്റേ അമ്പലപ്പുഴയിൽ പോയി മത്സരിക്കണമെന്ന് താല്പര്യമുണ്ട്. എനിക്കറിയില്ല കേട്ടോ. അല്ല, ഇതൊക്കെയാണ് ഇവർക്കൊക്കെ പാർലമെൻ്ററി ഡെമോക്രസിയിലുള്ള വ്യാമോഹം വന്നിട്ടല്ലേ ഇത് മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെന്ന് പറയുമ്പോൾ ബംഗാളിലും അത് തന്നെയാണ് ഉണ്ടായത്, വേറെ ഒന്നുമല്ല. പക്ഷേ ആളുകളെ പണ്ട് പറഞ്ഞു പഠിപ്പിച്ചിരുന്നത് വേറെ എന്തൊക്കെയായിരുന്നു. അതൊക്കെ ഇപ്പോൾ മാറി ആളുകൾ ഇതെല്ലാം നേരിട്ട് കാണുകയാണ്, അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഗിമ്മിക്സുകൾ കൊണ്ടൊന്നും രാജ്യത്തിലെ ജനങ്ങളുടെ ഇടയിൽ നിലനിന്ന് പോകാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കി. ജയശങ്കർ, ഇക്കാര്യത്തിൽ ഇപ്പോൾ നടത്തുന്ന ഒരു വാക്പോര് അത് കേവലമായി ഉണ്ടായ ഒരു ചെറിയ പ്രകോപനത്തിന്റെ പേരിൽ പറയുന്നത് എന്ന നിലയ്ക്ക് കണ്ടാൽ മതി എന്നാണ് ഈ വിഷയത്തെ ശക്തിധരൻ കാണുന്നത്. അതിനേക്കാൾ വലിയ തോതിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലം അവിടെ ഇത്തരം പരാമർശങ്ങൾക്കുണ്ട് എന്ന് കാണുന്നുണ്ടോ? എന്നോടല്ലാതെ മറ്റാരോടെങ്കിലുമാണ് സ്നേഹമെങ്കിൽ അവരോടൊപ്പം ചേർന്ന് വെക്കോളൂ എന്ന് പറഞ്ഞാൽ കൃത്യമായ ആഭ്യന്തര രാഷ്ട്രീയം പറഞ്ഞു വെക്കുന്നുണ്ടോ സുധാകരൻ അവിടെ? ശ്രീ ജയശങ്കർ. ഹലോ ശ്രീ ജയശങ്കർ, കേട്ടോ താങ്കൾ ചോദ്യം? ശ്രീ ജി. സുധാകരനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹം വളരെ നിഷ്കളങ്കനായ ഒരു പൊതുപ്രവർത്തകനാണ്. സാധാരണ രാഷ്ട്രീയ നേതാക്കൾക്കുള്ള യാതൊരു ജാടയും ഇല്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തിന് ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ തുറന്നടിച്ച് പറയും. അത് അദ്ദേഹത്തിന്റെ ഒരു രീതിയാണ്.
ഇങ്ങനെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അദ്ദേഹം വികാര വിക്ഷോഭത്തിന് അടിമപ്പെട്ട് PS-നെ കുറിച്ച് ഒരു പരാമർശം നടത്തുന്നതിൽ എനിക്ക് യാതൊരു അത്ഭുതം തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർക്ക് അറിയാം അദ്ദേഹത്തിന്റെ ഒരു രീതി അതാണ്. PS-നെ കുറിച്ചല്ല പിണറായി വിജയനെ കുറിച്ചോ പ്രകാശ് കാരാട്ടിനെ കുറിച്ചോ ആണെങ്കിലും അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ അപ്പോൾ തോന്നുന്ന കാര്യങ്ങൾ തുറന്നടിച്ച് പറയും. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. അത് PS-നോടുള്ള ബഹുമാനക്കുറവുകൊണ്ടാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവർക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പിന്നെ ആലപ്പുഴ ജില്ലയിലെ സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യം, അതായത് CPM-നകത്ത് നമ്മുടെ അഖില കേരള അടിസ്ഥാനത്തിലുള്ള ഗ്രൂപ്പല്ല, അവിടെ പ്രത്യേക തരത്തിലുള്ള ചില ഗ്രൂപ്പിസം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതുമായിട്ട് കൂടി ബന്ധപ്പെടുത്തി വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. പക്ഷെ ഞാൻ അതിനെ അങ്ങനെയല്ല കാണാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു രീതി അതാണ്. ഇപ്പൊ കഴിഞ്ഞ ആലപ്പുഴ സമ്മേളനം നടക്കുമ്പോൾ നമ്മൾ കണ്ടാണല്ലോ, അദ്ദേഹം ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിന്റെ ഒരു പ്രധാന ചുമതലക്കാരനായിരുന്നു. അന്ന് അമ്പലപ്പുഴ പാൽപ്പായസം വിതരണം ചെയ്യുന്നതിനെ കുറിച്ച് ഈ ചാനലിൽ തന്നെ ഒരു ചർച്ചയിൽ പങ്കെടുത്ത് ഞാൻ ഓർമ്മിക്കുന്നു. G. സുധാകരൻ പത്രസമ്മേളനം നടത്തി പറയുന്നു, പ്രതിനിധികൾക്ക് അമ്പലപ്പുഴ പാൽപ്പായസം വിതരണം ചെയ്യുന്നു, അത് മാർക്സിസ്റ്റ് രീതിയാണോ എന്നതിനെ കുറിച്ച് റിപ്പോർട്ടർ ചാനൽ അന്ന് ചർച്ച നടത്തി. അപ്പോ CPM സഖാക്കൾ അമ്പലപ്പുഴ പാൽപ്പായസം കഴിക്കുന്നത് പ്രത്യയശാസ്ത്രത്തിന് യോജിച്ച രീതിയാണോ? സത്യത്തിൽ പ്രത്യയശാസ്ത്രമായിട്ട് കൂട്ടിക്കുറക്കേണ്ട ആവശ്യമില്ല. അമ്പലപ്പുഴ പാൽപ്പായസം സ്വാദിഷ്ടമായ രുചികരമായ ഒരു ഭക്ഷണ വിഭവം എന്ന രീതിയിൽ അദ്ദേഹത്തോട് ഉദ്ദേശിച്ചത് ഭക്തിയുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ കാര്യങ്ങൾ അപ്പോൾ തോന്നുമ്പോൾ വിളിച്ചു പറയുന്ന ആളെന്ന നിലയ്ക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ വ്യാഖ്യാനിക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സവിശേഷ സാഹചര്യമുണ്ടല്ലോ, വലിയ തിരിച്ചടി നേരിടുന്ന ഈ കാലത്ത് ഒന്നായി നിന്ന് പ്രവർത്തിക്കണമെന്നും ഒരുമിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങണമെന്നും CC നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ഈ തരത്തിൽ അതിരു കടന്ന വെല്ലുവിളികളും പോരു പ്രകടമാക്കലും ഉണ്ടാവുക ആത്യന്തികമായി പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരു നേതാവിൽ നിന്നുണ്ടാവേണ്ടതല്ലല്ലോ. തീർച്ചയായിട്ടും സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാരും ഇങ്ങനെ പരസ്യം എന്തെങ്കിലും അലോരസം ഉണ്ടെങ്കിൽ തന്നെ അത് തുറന്നു പറയാറില്ല. പാർട്ടി വേദികളിലെ പറയാവൂ. അതിനൊക്കെ രീതിയുണ്ട്. PS വളരെ മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ പരാമർശങ്ങൾ നടത്തുന്നത് ഉചിതവുമല്ല. പദ്ധതിയൊക്കെ ശരിയാണെങ്കിലും G. സുധാകരനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം ഇങ്ങനെ തുറന്നടിച്ച് പറയുന്ന സ്വഭാവക്കാരനായതുകൊണ്ട് ഏത് കാര്യത്തിലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ അങ്ങനെ മുഖമടച്ച് പറയാൻ ഒരു മടിയില്ലാത്ത ആളായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് നമുക്ക് ഇന്നിപ്പോ ഇങ്ങനെ ചർച്ച ചെയ്യാൻ കഴിഞ്ഞു. വേറെ ആരെങ്കിലും ആണെങ്കിലും ഒരു പരിപാടിക്ക് വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ അത് പാർട്ടി ഫോറത്തിൽ പറയുകയും പിന്നെ പാർട്ടിയിൽ അത് വലിയ വിവാദമാകുകയും ചർച്ചയാകുകയും അത് പാർട്ടി നേതാക്കന്മാർ ആ ചർച്ച യോഗം കഴിയുമ്പോൾ തന്നെ അപ്പോൾ തന്നെ ചോർത്തി കൊടുക്കുകയും പിന്നീട് പത്രങ്ങളിൽ സിൻഡിക്കേറ്റ് വാർത്തയായിട്ട് ചെയ്യും. സുധാകരനെ സംബന്ധിച്ചുള്ള അങ്ങനെ യാതൊരു നോട്ടവും ഇല്ല. അദ്ദേഹത്തിന് തോന്നുന്ന കാര്യം അപ്പൊ തന്നെ പറഞ്ഞു. തോമസ് ഐസക്കും ഈ സുധാകരനും തമ്മിൽ ഒരു മൂപ്പളമ തർക്കമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഭാസുരേന്ദ്ര ബാബു ടെലിഫോണിൽ. ഭാസുരേന്ദ്ര ബാബു, VS അച്യുതാനന്ദനെതിരെ ഇത്തരമൊരു കടുത്ത പരാമർശങ്ങൾ നടത്താൻ, ഇങ്ങനെ വിമർശിക്കാൻ തക്ക തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ടോ താങ്കൾ? അതോ കേവലമായ ഒരു പ്രകോപനത്തിന്റെ പേരിൽ ഉണ്ടായിപ്പോയതാണ്? അങ്ങനെ പ്രകോപനം ഉണ്ടായാൽ ഇങ്ങനെ പറയാമോ? അല്ല, G. സുധാകരൻ ഇരിക്കുന്ന ഒരു നിലപാട് തറയുണ്ട്. അദ്ദേഹം ഇപ്പോൾ ആലപ്പുഴയിലെ സംഘടനാ രംഗത്തെ ഏറ്റവും ഉന്നതനായ രാഷ്ട്രീയ നേതാവാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ ഒരു വീൺവാക്ക് അദ്ദേഹം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് മാത്രമല്ല, ഓരോ കാര്യങ്ങളും എപ്പോൾ എങ്ങനെ പറയണം എന്നതിനെ സംബന്ധിച്ച് ധാരണയുള്ള ആളാണ് G. സുധാകരൻ. അദ്ദേഹം എല്ലാ നിലവാരത്തിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതൃപദവി അലങ്കരിക്കാൻ യോഗ്യനായ ഒരാളാണ്. അത്തരമൊരു സാഹചര്യത്തിൽ വീൺവാക്കല്ല അദ്ദേഹത്തിന് വന്നതെന്ന് ഞാൻ കരുതുന്നു. ഒന്ന്. മറ്റൊന്ന്, ഇതേ സംബന്ധിച്ച് നടത്തുന്ന അന്വേഷണങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില വിവരങ്ങളുണ്ടല്ലോ. VS അച്യുതാനന്ദൻ പറഞ്ഞതുമാതിരി തന്നെ അയാൾ വിളിച്ചിട്ടില്ല എന്നത് സത്യമേ അല്ല. ഒരുപക്ഷെ ഒരു 2-3 ആഴ്ച മുമ്പ് തന്നെ ഇതേ സംബന്ധിച്ചുള്ള ക്ഷണങ്ങൾക്കുള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ നിയമസഭ നടക്കുന്ന സമയത്ത് തന്നെ ഇതേ സംബന്ധിച്ച ക്ഷണങ്ങൾക്കുള്ള മുന്നൊരുക്കങ്ങൾ G. സുധാകരൻ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. കാര്യം അദ്ദേഹത്തിന്റെ തന്നെ ഫണ്ടിൽ നിന്ന് എടുക്കുന്ന ഒരു വികസന പ്രവർത്തനത്തിൽ VS അച്യുതാനന്ദൻ പഠിച്ച സ്കൂളിൽ വെച്ച് നടത്തുന്ന സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ പ്രദേശത്ത് അദ്ദേഹം പങ്കെടുക്കണമെന്ന് G. സുധാകരൻ ആഗ്രഹിക്കുമ്പോൾ കൃത്യമായും ഒരു സന്ദേശം അതിലുണ്ട്. പാർട്ടി അതിന്റെ വിഭാഗീയതയ്ക്ക് അപ്പുറത്ത് സഞ്ചരിച്ച് ഏകോപനത്തിന്റെ വഴിയിൽ മുന്നേറുന്നു എന്ന സിഗ്നലാണ് അദ്ദേഹം കൊടുക്കാൻ ആഗ്രഹിച്ചത്. VS അച്യുതാനന്ദൻ എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവിനെ ഒരു യോഗത്തിൽ ക്ഷണിക്കാൻ വിളിക്കുമ്പോൾ പാലിക്കേണ്ട ഔപചാര മര്യാദകൾ പാലിച്ചു തന്നെയാണ് G. സുധാകരൻ മീറ്റിംഗിൽ വിളിച്ചത്. അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിന് അറിയാം. അതുകൊണ്ട് തന്നെ VS അച്യുതാനന്ദന് മീറ്റിംഗിനെ കുറിച്ച് അറിയില്ലായിരുന്നു, വിളിച്ചിരുന്നില്ല എന്ന് പറയുന്നത് സത്യവിരുദ്ധമായ പ്രസ്താവനയാണ്. പിന്നെ എന്തുകൊണ്ട് അത് ചെയ്യുന്നു? അതാണ് നാം പരിശോധിക്കേണ്ടത്. പഴയ വിഭാഗീയതയുടെ അല്ലെങ്കിൽ തന്റെ ചേരിയിൽ നിൽക്കുന്ന ആളല്ലെങ്കിൽ മറ്റാരെയും എങ്ങനെയും ചവിട്ടിത്തേക്കുക എന്ന പഴയ വിഭാഗീയതയുടെ ദുർഭൂതം ഇപ്പോഴും ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വേട്ടയാടുന്നു എന്ന് മാത്രമല്ല VS അച്യുതാനന്ദൻ
അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരാഴ്ച മുൻപ് അങ്ങയെ ക്ഷണിച്ചിരുന്നുവല്ലോ എന്ന ചോദ്യത്തിന് മാധ്യമപ്രവർത്തകരോട് മറുപടി പറയാതെയാണ് വി എസ് അച്യുതാനന്ദൻ പോയത്. അതായത് ഇക്കാര്യത്തിൽ ക്ഷണമുണ്ടായിട്ടുണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാവുന്ന സാഹചര്യമുണ്ട്. വി എസ് പോയില്ല. വി എസിനെ വളരെ പ്രാധാന്യത്തോടു കൂടി ക്ഷണിക്കാൻ പദ്ധതിയിടുകയും ക്ഷണിക്കുകയും ചെയ്തു സുധാകരൻ. പക്ഷേ വി എസ് അക്കാര്യത്തിൽ വിഭാഗീയ ചിന്തയോടെയാണ് ആ പ്രശ്നത്തെ കണ്ടത്. അതുകൊണ്ട് അദ്ദേഹം വീടിന് തൊട്ടടുത്തായിട്ട് പോലും അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും പോയി പങ്കെടുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വിമർശിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ശ്രീ ജയശങ്കർ, അത് സംഗതി ഇവിടെ ശരിയായിരിക്കും. ഈ സുധാകരൻ വി എസിനെ ക്ഷണിച്ചിട്ടുണ്ടാവും. വി എസ് ഇത്രയും പ്രായമായ ആളാണ്. അദ്ദേഹത്തിന് മറ്റൊരു തരത്തിലുള്ള അസൗകര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറവുകൊണ്ടോ അല്ലെങ്കിൽ കൃത്യസമയത്ത് രേഖപ്പെടുത്തി വെക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ ഒരു പക്ഷേ ഈ സുധാകരനെ ഒറ്റാക്കാൻ വേണ്ടിയിട്ട് പോലും ആകാം വി എസ് പങ്കെടുക്കാതിരുന്നു. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതുപോലൊരു വിഷയമാക്കുമായിരുന്നില്ല. അത് ഞാൻ പറഞ്ഞത്. ഈ സുധാകരന്റെ ഒരു രീതി അനുസരിച്ച് തുറന്നടിച്ച് പറയുന്ന ആളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം അങ്ങനെ വാക്കുകൾ കരുതലോടുകൂടി ഉപയോഗിക്കുന്ന ആളല്ല എന്നുള്ള ഈ നാട്ടിലെല്ലാം ആളുകൾക്കും അറിയാം. കാരണം എന്താ വെച്ചാൽ ശബരിമല തന്ത്രി അദ്ദേഹം മന്ത്രി ആയിരുന്നപ്പോൾ കിന്ത്രി എന്ന് വിളിച്ച് നമുക്കറിയാൻ പാടില്ല. സാധാരണ ഇതിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? ശബരിമല തന്ത്രിയെ പോലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളെ കുറിച്ച് എന്തെങ്കിലും അതിനഭിപ്രായം ഉണ്ടെങ്കിൽ പോലും ആ തന്ത്രിയെ കിന്ത്രി എന്ന് വിളിക്കണമെങ്കിൽ ഈ സുധാകരന് മാത്രമേ സാധിക്കൂ. അതുപോലെ ഒരു മൈസെട്ടിന്റെ കൊച്ചാണൻ മൈസെട്ട് എന്ന് വിളിക്കുന്നത് എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണ്. മലയാള ഭാഷയിൽ ഇങ്ങനെ പല ശൈലികളും സമീപകാലത്ത് ഉണ്ടാക്കിയത് തന്നെ ഒരു ഉപജ്ഞാതാവ് സുധാകരനാണ്. അദ്ദേഹത്തെ കുറിച്ചാണ് പിന്നെ കെ.എൻ. കുഞ്ഞാമത് വാമൊഴി വഴക്കം എന്ന പ്രയോഗം തന്നെ ഉണ്ടാക്കി തുറന്നു. വാമൊഴി വഴക്കം എന്ന വാക്ക് കെ.എൻ. കുഞ്ഞാമത് പരാമർശിച്ചത് ഈ സുധാകരന്റെ ഇതുപോലുള്ള അതിര് കടന്ന ഭാഷാ പ്രയോഗങ്ങളെ സംബന്ധിച്ചാണ്. അങ്ങനെ തുറന്ന ഭാസുരേന്ദ്ര ബാബു, ഇക്കാര്യത്തിൽ താങ്കൾ പറഞ്ഞത് ഇന്ന് വന്ന വാക്കുകളൊന്നും ഏതെങ്കിലും കേവല പ്രകോപനത്തിന്റെ പേരിൽ അറിയാതെ വന്നുപോയതല്ല, അങ്ങേയറ്റം കരുതലോടെ അദ്ദേഹം പ്രയോഗിച്ചിട്ടുള്ളതായിരിക്കും എന്നതാണ്. അങ്ങനെയെങ്കിൽ എന്നോടല്ലാതെ മറ്റു ചിലരോടാണ് താങ്കൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആയിക്കോളൂ, എനിക്കൊരു പരാതിയുമില്ല, അപ്പോഴും എനിക്ക് താങ്കളോടുള്ള ബഹുമാനം തുടരുമെന്ന് കൂടി അറിയുക എന്ന് പറയുന്നു വി എസ് അച്യുതാനന്ദൻ. അതായത് ആലപ്പുഴയിൽ പിന്നെ വി എസ് അച്യുതാനന്ദന് വേറെ ആരോടാണ്, അതും സുധാകരന് ഇഷ്ടമില്ലാത്ത ആരോടാണ് ഇഷ്ടമുണ്ടാവുക? ഐസക്കുമായുള്ള ചങ്ങാത്തമോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്നുള്ള സുധാകരന്റെ കരുതലോ ആയിരിക്കണോ ആ ഒരു പരാമർശത്തിന്റെ കാരണം? അല്ല, ശ്രീ ജയശങ്കർ ഇപ്പോൾ ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ ധാരണയിൽ നിന്ന് വന്ന കാര്യമാണ്. അദ്ദേഹം സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നുണ്ടാകാം. പക്ഷേ വി എസ് അച്യുതാനന്ദൻ അന്നേ ദിവസം അതിന്റെ അടുത്ത് തന്നെ താമസിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്നു. കൃത്യമായും പറഞ്ഞാൽ സുജാതയുടെ മകളുടെ വിവാഹത്തിന് ശേഷം അദ്ദേഹം ആലപ്പുഴ പറവൂരിലെ വീട്ടിലെത്തുന്നു. അതിനുശേഷം അദ്ദേഹം വൈക്കത്തും അതുമാതിരി തന്നെ കുട്ടനാട്ടിലും ഓരോ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിനിടയ്ക്ക് ഏത് സമയവും അദ്ദേഹം തന്നെ പഠിച്ച സ്കൂളിലേക്ക് നടന്നു കയറാവുന്ന, അദ്ദേഹം നടന്നു ചെയ്യുന്ന വോട്ട് ചെയ്യുന്ന വോട്ടിംഗ് ബൂത്ത് കൂടിയായിരിക്കുന്ന ആ സ്കൂളിലേക്ക് അദ്ദേഹത്തിന് എത്താമായിരുന്നു. നാം പരിശോധിക്കേണ്ട ഒരു കാര്യം, ജയശങ്കർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, PTA യോഗത്തിൽ 3 ആഴ്ച മുമ്പ് ജി സുധാകരൻ ഇദ്ദേഹത്തെ വിളിച്ചതിന് ശേഷം അല്ലെങ്കിൽ വിളിച്ച കാര്യം അദ്ദേഹത്തെ ഔദ്യോഗികമായി അറിയിച്ചതിന് ശേഷം അദ്ദേഹം പങ്കെടുക്കും എന്ന കാര്യം പ്രഖ്യാപിച്ചിരുന്നു ആത്മാഭിമാനത്തോടെ. അതിനുശേഷം അതേ സ്കൂളിൽ മറ്റു ചില ആളുകൾ വി എസിന്റെ ആൾക്കാരെന്ന് പറഞ്ഞു വന്നിട്ട് എന്തൊക്കെ ജി സുധാകരൻ പറഞ്ഞാലും അദ്ദേഹം പങ്കെടുക്കാൻ പോകുന്നില്ല എന്ന് പ്രാദേശിക നിലവാരത്തിൽ പ്രവർത്തിക്കുന്നവർ വീമ്പിളക്ക് കൂടി ചെയ്തു ജയശങ്കർ. അത്രത്തോളം വിവരങ്ങൾ എനിക്ക് അക്കാര്യത്തെ കുറിച്ചുണ്ട്. ശക്തിധരൻ, ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, മനഃപൂർവ്വമായി ആ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുക എന്നാൽ സുധാകരൻ പറഞ്ഞതുപോലെ സുധാകരന്റെ അന്തസ്സിടിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ ഞാൻ കൂടി പങ്കെടുത്ത് ഒരു പൊലിമയുള്ള പരിപാടിയായി മാറി അതിനെ ക്രെഡിറ്റ് സുധാകരന് പോകുന്ന സാഹചര്യം മനഃപൂർവ്വമായി ഒഴിവാക്കുക എന്ന ഉദ്ദേശം വി എസ് അച്യുതാനന്ദൻ അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് കരുതണം. ഇനിയിപ്പോൾ വി എസിന്റെ അടുത്തയാളല്ല, വി എസുമായി ഭിന്നാഭിപ്രായമുള്ള ആളാണെന്ന നിലയ്ക്ക് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൽ തോറ്റാലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ സീറ്റ് കിട്ടാതിരുന്നാലും, അങ്ങനെ ആ ഒരു സാഹചര്യം ഇപ്പോൾ പാർട്ടിയിലില്ല, തോറ്റുപോയാലും എനിക്ക് പ്രശ്നമില്ല എന്ന് സുധാകരൻ പറയുന്നിടത്ത് വി എസ് അച്യുതാനന്ദൻ ഇപ്പോഴും അങ്ങേയറ്റത്തെ വിഭാഗീയ താല്പര്യത്തോടെ ഇത്തരം ചെറു സദസ്സുകളെ പോലും സമീപിക്കുന്നുണ്ട് എന്നത് പ്രകടമല്ലേ? എന്നോടാണോ ചോദ്യം? ശ്രീ ശക്തിധരൻ താങ്കോട് അല്ലേ? എന്നോടല്ലേ ചോദ്യം? മനസ്സിലാവാഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. വിഭാഗീയതയൊന്നും മറ്റേ ബി എസിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ പൂർണ്ണമായി പൊലിഞ്ഞു പോകും എന്നൊന്നും കരുതുന്ന ഒരു പാർട്ടിക്കാരനല്ല ഞാൻ. അത് പല ഘട്ടങ്ങളിൽ പല രൂപത്തിൽ പല തരത്തിൽ വരും. ഇപ്പോൾ ഇവിടെ സുധാകരൻ പറഞ്ഞതിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താണെന്നറിയാം, സുധാകരൻ ക്ഷണിച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സുധാകരൻ വളരെ ഉന്നതനായ നേതാവാണെന്നുള്ളത് മാത്രമല്ല വളരെ സിമ്പിളായൊരു കമ്മ്യൂണിസ്റ്റുമാണ്. വി എസ് ഉന്നതനായ നേതാവാണ് എന്ന് പറയുമ്പോൾ തന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഉന്നതനായ നേതാവായിട്ട് ഈ പാർട്ടിക്കകത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ് ജി സുധാകരൻ. ആ സുധാകരൻ എങ്ങനെ പൊട്ടിത്തെറിച്ച് പറഞ്ഞു എന്നുള്ളതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല.
സത്യത്തിൽ സുധാകരനെ ചെറുതാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്ന് കരുതിയതും പിന്നെ അതിനുശേഷം നടന്ന പ്രതികരണത്തിൽ മറ്റേ സുധാകരൻ പിന്നീട് പറഞ്ഞത് അദ്ദേഹത്തിന് വേറെ ആരോടെങ്കിലും ആയിരിക്കും ഒരുപക്ഷെ താല്പര്യം എന്നുള്ളതൊക്കെ ഇത് ഒരു സത്യമാണ്. ഇത് ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇത്. അതിനെ അവിടെ ജയശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടുത്തെ ഒരു സവിശേഷമായ വിഭാഗീയത കൂടി അവിടെയുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ബഹിഷ്കരണമാണ് പാർട്ടി ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ആകുലപ്പെടുകയും അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കുകയും ജനകീയ ഇടപെടൽ നടത്തുന്നു എന്നൊക്കെ പ്രതിച്ഛായ ഉണ്ടാക്കുകയും ചെയ്യുന്ന വി എസ് അച്യുതാനന്ദൻ തന്നെയാണ് പാർട്ടി MLAക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് കരുതിയ പരിപാടിയിൽ പോകാതിരുന്ന് അതിൻ്റെ പ്രഭ കെടുത്താനുള്ള ആസൂത്രിത പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യുന്നത്. അതായത് പാർട്ടിയെ വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തുന്നുവെന്ന ഇമേജ് ഒരു ഭാഗത്ത്, അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ പാർട്ടിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനം ഏർപ്പെട്ടാൽ തനിക്ക് ലാഭമില്ലാത്തതാണെങ്കിൽ വിട്ടുനിന്നേക്കാമെന്ന ആലോചനയും. ജയശങ്കർ, ജയശങ്കർ കേൾക്കാമോ താങ്കൾക്ക്? ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, അത്തരം ഒരു ഇരട്ടത്താപ്പ് വി എസിനുണ്ട് എന്ന് കാണുന്നുണ്ടോ? അല്ല, വി എസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ അദ്ദേഹം ഇതുവരെ പിന്തുടർന്ന് വന്നിരുന്ന വിഭാഗീയതയുടെ ആ രീതി ശൈലി ഇപ്പോഴും കൈയൊഴിഞ്ഞിട്ടില്ല എന്ന് പ്രകടമായും കാണിക്കുന്ന ഒരു ഉത്തമ ദൃഷ്ടാന്തമായി ഇത് മാറുന്നു. എന്ന് പറഞ്ഞാൽ ഒരു പാഠവും, തെരഞ്ഞെടുപ്പിന്റെ പരാജയങ്ങളടക്കമുള്ള ഒരു പാഠവും പഠിക്കാൻ താൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. പാർട്ടിയും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം എപ്രകാരമാണ് മുന്നോട്ട് പോവുക എന്നത് പാർട്ടിയൊക്കെ തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരെയും ഇടതുപക്ഷക്കാരെയൊക്കെ ആലോചിച്ച് നോക്കുമ്പം അദ്ദേഹത്തിന്റെ തന്നെ ജന്മനാട്ടില് അദ്ദേഹം ഈ കൈക്കൊണ്ടിരിക്കുന്ന സമീപനം, നിലപാട്, ഔദ്യോഗിക പാർട്ടി സംഘടന അതിന് എന്ത് കുറ്റമോ കുറവോ ഉണ്ടാകട്ടെ അതിനെതിരെ എടുക്കുന്ന ഈ നിലപാട് രീതി അത് യോഗ്യമായ ഒരു രീതിയാണെന്ന് പറയാനാവില്ല. പഴയ വിഭാഗീയതയുടെ കാർമേഘം അതിലുണ്ട്. ഒന്ന്. മറ്റൊന്ന്, ശ്രീ തോമസ് ഐസക്കിനെ കുറിച്ചുള്ള പരാമർശം താങ്കൾ സൂചിപ്പിക്കുന്നു. ഒരു തെളിവുമില്ലാത്തൊരു ആരോപണമാണ്. നേരത്തെ ജി സുധാകരൻ പറഞ്ഞതുമാതിരി സ്ഥാനമാനങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു നേതാവല്ല വി എസ് എന്ന് അദ്ദേഹം തന്നെ പ്രസംഗിച്ചിരുന്നല്ലോ. ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ വരുമ്പോൾ തോമസ് ഐസക് അദ്ദേഹത്തിന്റെ മഹത്തായ ഒരു രാഷ്ട്രീയ ഭൂതകാലം ഇത്തരം ഒരു വ്യാമോഹത്തിൽ കൊണ്ട് പൊലിയിച്ചു കളയും എന്ന് പ്രതീക്ഷിക്കാനുള്ള മണ്ടത്തരമൊന്നും എനിക്കില്ല. തങ്ങളെ കാണുന്നുമില്ല. ശ്രീ SR സക്തരൻ, നഷ്ടപ്പെട്ട പ്രതിച്ഛായയും ജനവിശ്വാസതയും വീണ്ടെടുക്കാൻ കിണഞ്ഞു പരിശ്രമിക്കണമെന്ന അഭിപ്രായം പാർട്ടിയിൽ വളരെ ശക്തമാവുകയാണ്. അതിനുവേണ്ടി ഇപ്പോൾ ജൈവ പച്ചക്കറിയും മഴക്കുഴിയും ഒക്കെയായി പാർട്ടി വളരെ സജീവമായി ഇറങ്ങാനുള്ള പരിപാടിയിലുമാണ്. അതിനിടയിലും പക്ഷേ ചില മുതിർന്ന നേതാക്കൾക്ക് തന്നെ അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തന വഴിയായി തോന്നുന്നത് ഇത്തരത്തിലുള്ള വിഭാഗീയതയാണെന്നത് നിരാശപ്പെടുത്തുന്നുണ്ടോ? ഒരു നിലയ്ക്കും നന്നാവില്ല എന്ന നിരാശാബോധം ഈ പാർട്ടിയോട് സ്നേഹം പ്രകടിപ്പിക്കുന്നവർക്ക് പോലും തോന്നുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ വഴി, അതിനുള്ള ഇത്തരം പ്രതികരണങ്ങൾ വഴി. അല്ല, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചർച്ച തന്നെ വേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ഇപ്പോൾ ഈ കേന്ദ്ര നേതൃത്വത്തിൻ്റെ യോഗത്തിൽ പങ്കെടുത്ത് വന്ന ഈ വി എസും അതുപോലെ തന്നെ മറ്റു നേതാക്കന്മാരും ഇതിനെ അവർ കേന്ദ്ര നേതൃത്വം സൂചിപ്പിച്ചിട്ടുള്ള രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകൾ ഞങ്ങളിപ്പോഴും പഴയ പോലെ തന്നെയാണ് എന്ന് ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം ഒരിക്കലും അത് പ്രസ്ഥാനത്തിന് ഗുണം ചെയ്യില്ല, പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ടുള്ള വിവരമുള്ളവരാണ് ഇവരൊക്കെ. പിന്നെ എന്തിനാണ് ഇവരിതെല്ലാം കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളതാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. ഒരു കാര്യമില്ല. അവിടെ ആ ചടങ്ങിൽ വി എസ് പങ്കെടുത്താൽ അദ്ദേഹത്തിൻ്റെ SSI ഉയരുള്ളൂ, അല്ലാതെ സുധാകരൻ്റെ മാത്രമല്ല. അപ്പോൾ കൂട്ടായി തനിക്കിഷ്ടമില്ലാത്ത ആളുകളുടെ കൂടി പ്രവർത്തിക്കാൻ ഒരു വൈരനിര്യാതന ബുദ്ധിയോട് കൂടിയിട്ട് പെരുമാറുന്ന പഴയ സ്വഭാവത്തിൽ വി എസ് ഇപ്പോഴും മാറ്റം വരുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സുധാകരനെ പോലെ ഇത്രയും സിമ്പിളായിട്ടുള്ള ജയശങ്കർ, ഭാസ്കരേന്ദ്ര ബാബു. ബിഗ് സ്റ്റോറി പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ടുഡേ കാണാം. നമസ്കാരം.